സർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് നക്സൽ ബാധിത പ്രദേശങ്ങളുണ്ടല്ലോ, ആ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം പിൻവലിച്ചിരിക്കുന്നു. ഈ പിൻവലിച്ച പണം എന്ന് പറയുന്നത് ആഗോള ക്രിസ്ത്യൻ മിഷനറിയുടെ അവരുടെ പണമാണ്. ആ പണം പിൻവലിച്ചിട്ടുണ്ട്. ഈ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ED കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതോടൊപ്പം ഒരു പൗരനെ, മൈക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു പൗരനെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് 24ഓളം വിദേശ ഇത്തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകളുമായി പിടികൂടുക കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ചർച്ചയായില്ല. ഇത് ചർച്ചയായില്ല, ചർച്ചയാവേണ്ടതാണ്. നമുക്ക് ചർച്ചയാക്കാം, അതാണ് വേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാവോവാദി മേഖലകളിലെ ഭീകരവാദത്തെ മുഴുവനായിട്ട് കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു നടപടിയുടെ മറ്റു നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇവിടെ അപ്പം നമ്മൾ നോക്കേണ്ടത്, ഇതിനകത്ത് 2-3 എടുത്തു പറയേണ്ട പോയിന്റുകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലെ വ്യക്തികൾ വരുവാണ്. ഒന്ന്, ഒരു മൈക്ക് മാർക്കുണ്ട്. മറ്റൊരു ക്രിസ്ത്യൻ സംഘടന അവിടെ വരുന്നുണ്ട്. ദ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൻ്റെ പേര്. വിദേശത്തുള്ളൊരു സംഘടന. ഇവിടെ പണം പിൻവലിച്ചിരിക്കുന്ന മേഖലകൾ മാവോവാദി മേഖലകളാണ്. ബസ്തർ പോലുള്ള മേഖലകളിലാണ് പണം പിൻവലിച്ചിരിക്കുന്നത്. ടോട്ടൽ പിൻവലിച്ച പണമാണെങ്കിലോ കോടിക്കണക്കിന് രൂപയ്ക്കുള്ളതുണ്ട്, അല്ലേ? 95 ലക്ഷം രൂപയോ? അത് വലിയൊരു എമൗണ്ടാണ്. അതെ. ഏപ്രിൽ തുടങ്ങി, അത് 2025 തുടങ്ങി ഈ 2026 കാലം വരെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മിഷണറി പ്രവർത്തനം ഉണ്ടാവാം, മാവോയിസ്റ്റ് പ്രവർത്തനം ഉണ്ടാവാം. ഇത് രണ്ടും തമ്മിൽ ബന്ധിക്കപ്പെടാം. പ്ലസ് വൺ മോർ തിങ്, എന്തുകൊണ്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നു? അതിന് കാരണം FCR അക്കൗണ്ടുകൾ കട്ടായതായിരിക്കും. ഫോറിൻ കറൻസി റെമിറ്റൻസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പുറമേ നിന്നുള്ള പണം, വിദേശ പണം ഇങ്ങോട്ട് പല NGOകൾക്കും സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. അതിനുവേണ്ടി വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രത്യേക അക്കൗണ്ടുണ്ട്. അതുവഴി വേണം വരാനായിട്ട്. ആ പണം വരുന്ന രീതി കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയ പോലെ കൊണ്ടുവരാൻ പറ്റില്ല. അതിവിടെ കൊണ്ടുവന്നിട്ട് സേവന പ്രവർത്തനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു, ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു. ഈ ഭീകരവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരണത് എന്താണെന്നറിയാം? പലപ്പോഴും ഈ ജിഹാദി ഭീകരവാദത്തെക്കുറിച്ചായിരിക്കും. ഇന്ത്യയിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ജിഹാദി ഭീകരവാദത്തെ കൂടുതൽ അപകടം ശരിക്കും പറഞ്ഞാൽ സുവിശേഷ ഭീകരവാദമാണ്. അങ്ങനെ ഒരു സാധനം ഇവിടെയുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ സുവിശേഷം എന്നല്ല, അത് ദുവിശേഷം എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇറ്റ് ഈസ് നെവർ എ ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ, ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. ഇവിടെയുള്ള മനുഷ്യരെ മതപരിവർത്തനം ചെയ്ത് വിദേശ രാജ്യങ്ങളുടെ പിണിയാളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ വിഘടന പ്രവർത്തനം വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ സു എന്നല്ല ദു എന്നാണ് പറയേണ്ടത്. അങ്ങനത്തെ ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ, മാവോവാദി മേഖലകളിൽ, പിന്നോക്ക ആദിവാസി ജില്ലകളിൽ പലയിടത്തും തന്നെ, അതങ്ങ് ഒറീസയിലാവാം, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലാവാം, ഝാർഖണ്ഡിലാവാം, ഇവിടെയൊക്കെ നിർബാധം മതപരിവർത്തനം നടക്കുന്നു. ഇതിൽ പലയിടത്തും മതപരിവർത്തന നിരോധന നിയമമുണ്ട്. അപ്പം ഒരാളുടെ വീട്ടിൽ ചെന്ന് അയാളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾക്കോ ഇത് കാണുന്ന മറ്റാർക്കെങ്കിലും ഇവിടെ ഇന്നപോലെ നടക്കേണ്ടെന്ന് പോലീസിനെ അറിയിക്കാം. പോലീസിന് ചെന്ന് കേസെടുക്കാം. ഇതിന് പുറകെ പ്രവർത്തിക്കുന്നവർക്കൊരു നിയമപരമായിട്ട് നടപടിയെടുക്കാം. ഇതൊന്നും നടക്കില്ല. എന്തുകൊണ്ട്? പോലീസിന് അങ്ങോട്ട് കയറാൻ വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചേക്കുക. ആരാണ്? മാവോവാദികൾ. അവർ പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പക്ഷെ അവിടെ ഈ മിഷണറിമാർക്ക് എന്തും ചെയ്യാം. അപ്പം ഒറീസയിൽ ഒരു സ്വാമി ഇതിൻ്റെ പ്രവർത്തിച്ചു. അദ്ദേഹം മതപരിവർത്തനം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്യാമല്ലോ. അതുകൊണ്ട് മതം മാറിപ്പോയവരെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ നോക്കി. ക്രിസ്ത്യാനികളായിട്ട് മാറിപ്പോയവരെ തിരിച്ച് അദ്ദേഹം ഹിന്ദുക്കളാക്കാൻ നോക്കി. ഫലം എന്തായി? മാവോവാദികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി. അപ്പം എന്താ സംഭവിക്കുന്നത്? മിഷണറിമാർ വന്ന് മതം മാറ്റിയ ഒരു കുഴപ്പമില്ല, മാവോവാദി അനങ്ങത്തില്ല. ഒരു ഹിന്ദു സന്യാസി വന്നു, തിരിച്ച് പരാവർത്തനം ചെയ്യുന്നു, സമ്മതിക്കില്ല, കൊല്ലും. പോലീസുകാർ തടയിടാൻ നോക്കുന്നു, കൊല്ലും, പോലീസുകാരെ കൊല്ലും. അപ്പോൾ എന്താണ് മാവോവാദി ഭീകരവാദം? അത് വാസ്തവം പറഞ്ഞാൽ വിദേശ മത കൂലിപ്പടയാളികളാണ്. ഇതാണ് അവർ വലിയ കമ്മ്യൂണിസം പറയും. നമ്മൾ ഇവരുടെയൊക്കെ പോസ്റ്റേഴ്സൊക്കെ കാണുന്നുണ്ട്, പണ്ടത്തെ നക്സൽ മോഡലുള്ള പോസ്റ്ററുകൾ, പോരാട്ടം എന്നൊക്കെ പേര്, അയ്യങ്കാളിപ്പട എന്നൊക്കെ പേരിട്ടുണ്ടാവും. എന്നിട്ട് ചെയ്യുന്ന ഇതാണെങ്കിൽ കേരളത്തിൽ ഈ പേരും ഇങ്ങനത്തെ പോരാട്ടം ഇത്തരം പടാന്നുള്ള പേരൊക്കെ ആയിരിക്കും. അവിടെ വേറൊരു പേരായിരിക്കും. അവർ ദളിത് ആദിവാസി ബിംബങ്ങളൊക്കെ അവരുടെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ
നിരവധി ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് പള്ളിയിലച്ചന്മാരാവാനും അതുപോലെ കന്യാസ്ത്രീകളാവാനും ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് വന്ന എന്തായി, എല്ലാം ന്യൂക്ലിയർ കുടുംബങ്ങളായി. ഒരു കുടുംബത്തിൽ പണ്ടൊക്കെ 5ഉം 6ഉം കുട്ടികളുണ്ടായിരുന്നു, 8ഉം 9ഉം 10ഉം പിള്ളേരുണ്ടായിരുന്നൊരു കാലമുണ്ട്. പിന്നെ ചുരുങ്ങി വന്നു. മക്കളുടെ എണ്ണം 4ആയി, 3ആയി, പിന്നെ കുറഞ്ഞ് 2ആയി. ഇപ്പോൾ എല്ലാ കുടുംബത്തും ഒരു കുട്ടിയൊക്കെ വെച്ചുള്ളൂ. അവിടെ നിന്നൊന്നും ആരും സന്യാസ ജീവിതം സ്വീകരിക്കാൻ പോയി എന്ന് വരില്ല. ഇതെല്ലാ മതങ്ങളിലും ഒരുപോലെ തന്നെയാണ്. പിന്നെ വിദ്യാഭ്യാസം വർദ്ധിച്ചു വരുന്നു, എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ച് അവർ കുടുംബമായിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ജീവിതത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് പണ്ട് 50 കൊല്ലം മുമ്പ് ആൾക്കാർക്കുണ്ടായിരുന്ന പോലത്തെ ദൈവവിശ്വാസങ്ങൾ ഇന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ദൈവവിശ്വാസം തകരാണ്ട് ഇന്നും നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലാണ്. ഇത് മാത്രമല്ല, പണ്ട് കമ്മ്യൂണിസമൊക്കെ ആയിട്ട് വിശ്വാസം വേണ്ടാന്ന് പറഞ്ഞിരുന്നവരും കൂടി തിരിച്ചു വന്ന് സ്വന്തം കുടുംബക്ഷേത്രങ്ങളൊക്കെ നോക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് മതത്തേക്കാൾ കൂടുതൽ ഹിന്ദു മതത്തിലാണ് ആ ഒരു പുനരുദ്ധാനം നടക്കുന്നത്. ക്രിസ്തു മതത്തിലൊന്നുമല്ല. അവിടെ ഇതിൽ നിന്നൊക്കെ അകന്നു പോകുന്നവരാണ് കൂടുതൽ. അപ്പോൾ എന്ത് പറ്റും? കന്യാസ്ത്രീകളാവാൻ വേണ്ടി നാളെ പെൺകുട്ടികളുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പിന്നോക്ക ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് അവിടുന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ എത്ര എണ്ണത്തിനാണ് കേരളത്തിൽ കൊണ്ടുവന്നെ? കേരളത്തിലെ സന്യാസിനി മഠങ്ങളിൽ അവരെ കൊണ്ട് നിറച്ചിരിക്കുക. ഇതൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം നാളെ വേണ്ടേ? അവർ വേണ്ടുന്നത് ഇവിടെ വന്ന് സന്യാസിയായിട്ട് ജീവിക്കാനാണോ അവരുടെ ജീവിതം എന്ന് പറയുന്നത്? അപ്പോൾ ഇതെല്ലാം നിർബോധം നടക്കുന്നത് എങ്ങനെയാണ്? മാവോവാദികൾ കുടപിടിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന്, മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട്, തോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, മയക്കുമരുന്നിന് വേണ്ടിയിട്ട് എല്ലാം ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ? ആ ഫണ്ടാണ് ഈ വരുന്നത്. അങ്ങനെയുള്ള ഫണ്ടിൻ്റെ വരവ് FCR അക്കൗണ്ടുകളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചപ്പം ഈ ഫണ്ടിൻ്റെ വരവ് നിയന്ത്രിക്കപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് വചനപ്രഘോഷങ്ങളും മറ്റു രീതിക്കുള്ള കരിസ്മാറ്റിക് കൺവെൻഷൻസും എല്ലാം നിന്നുപോയി. എന്താണ് കാരണം? നമ്മുടെ റോഡരികൾ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു സ്റ്റാൻഡ് ഉണ്ട്, ബുക്കുകളാണ് കിട്ടുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ഇത്തരത്തിലുള്ള ബൈബിൾ കഥകളും ബൈബിളുമായി ബന്ധപ്പെട്ട അതൊന്നും ഒരു പ്രശ്നമല്ല. ബൈബിൾ കഥകൾ, ബൈബിൾ ഈ നാട്ടിലുണ്ട്, യേശുവിനെ ആരാധിക്കുന്നവരുണ്ട്, അതിനൊന്നും എതിരല്ലല്ലോ. പക്ഷേ ഉണ്ടാകുന്ന എന്താണ്? കൃത്യമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെയോ കുടുംബങ്ങളെയോ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി അതൊരു ലക്ഷ്യമാക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ പല പ്രവൃത്തികളും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രൊസീജിയർ അതാണ്. ചെയ്യരുതാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, ആദ്യം തന്നെ ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ദൈവം കൊള്ളില്ല, ഞങ്ങളുടെ ദൈവം നല്ലതെന്നല്ലേ പറയുന്നത്? അത് തന്നെ തെറ്റല്ലേ? അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ നാട്ടിൽ എല്ലാ മതങ്ങൾക്കും ഒരു ബഹുമാനതയുണ്ട്, എല്ലാ ദൈവങ്ങളോടും തുല്യ മനോഭാവമുള്ളത്. അങ്ങനൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്, ഇവിടുത്തെ സർക്കാരുകൾക്കുള്ളത്. അതിനെയാണ് ബഹുമാനിക്കേണ്ടത്. ആ രീതിക്കാണ്. ഒരാൾ മതം മാറുന്നുണ്ടെങ്കിൽ അവൻ സ്വതന്ത്രമായിട്ടൊരു മതം പഠിച്ചിട്ടായിരിക്കണം മതം മാറേണ്ടത്. അല്ലാണ്ട് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ആ മതമല്ല നീ അനുഷ്ഠിക്കേണ്ടത്, ഇതാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ സർമണൈസ് ചെയ്യുകയല്ല വേണ്ടത്. അവൻ സ്വതന്ത്രമായിട്ട് പഠിക്കട്ടെ, അവൻ അന്വേഷിക്കട്ടെ. അവനെ അന്വേഷിച്ചിട്ട് അവന് തോന്നുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ മതം ഇതല്ല, എനിക്ക് താല്പര്യം മറ്റതാണ്, ഇല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമാകുന്നത് മറ്റതാണ്. ഇത് ചിന്തിച്ച് അവനുള്ളിൽ മനഃപരിവർത്തനത്തിൽ കൂടെ ആ മതപരിവർത്തനം ഉണ്ടാവേണ്ടത്. അതുവഴി അവൻ ഏതും സ്വീകരിക്കാം. ഹിന്ദുവും സ്വീകരിക്കാം, ക്രിസ്തുവും സ്വീകരിക്കാം, ഇസ്ലാമും സ്വീകരിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പോകട്ടെ. പക്ഷേ ഈ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് അത് മതപരിവർത്തനത്തിന് വേണ്ടി ഫണ്ട് കൊണ്ടുവരിക, അങ്ങനെ ഒരു ഫണ്ട് കൊണ്ടുവരാൻ ഇവിടെ സർക്കാർ അനുവദിക്കുന്നില്ല. സേവന പ്രവർത്തനങ്ങളാവാം, സർക്കാരിനെ കൊണ്ട് പൂർത്തീകരിക്കാൻ വയ്യാണ്ട് പോയ സേവന പ്രവർത്തനങ്ങൾ പലതും ജനങ്ങൾക്കിടെ എത്തിക്കാനും ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യം ഉറപ്പുവരുത്താനുമായിട്ട് ഇവിടെ സ്വകാര്യ സംഘടനകൾക്ക് പ്രവർത്തിക്കാം. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിന്, NGOകൾക്ക് പ്രവർത്തിക്കാം. സൊസൈറ്റി ആയിട്ടോ ട്രസ്റ്റായിട്ടോ സെക്ഷൻ 8 കമ്പനിയായിട്ടോ ഒക്കെ രജിസ്റ്റർ ചെയ്തൊക്കെ പ്രവർത്തിക്കാവുന്നുള്ളൂ. ലക്ഷ്യം സേവനമായിരിക്കണം. അതിന് മതപരമായ ഒരു സ്വാർത്ഥ ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. ഇത് അങ്ങനത്തെ സ്വാർത്ഥ ലക്ഷ്യം ഉണ്ടാകുന്നത് മാത്രമല്ല, അതിന് ഭീകരവാദത്തെയും കൂടെ അതിന് വാടകയ്ക്ക് എടുക്കുക. ഇവിടുത്തെ മാവോവാദി ഭീകരവാദത്തിന് പുറകിൽ യഥാർത്ഥത്തിൽ ചൈനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും വിചാരിക്കുന്നത് ചുവന്ന കൊടിയും അവരുടെ ഒരു അരിവാൾ ചുറ്റിയ പശ്ചാത്തലമൊക്കെ കാണുമ്പോൾ ഇത് മുഴുവൻ ചൈനയാണ്. ചൈനയ്ക്ക് ഇവിടെ ആൾക്കാരെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കേണ്ട ഒരാവശ്യമില്ല. ആ ആവശ്യം വരുന്നത് വ്യക്തമായിട്ട് അമേരിക്ക എന്നാണ്. ആലോചിച്ച് നോക്കൂ, ഭൂരിഭാഗം ആൾക്കാരും മതം മാറിപ്പോയൊരു സ്റ്റേറ്റാണ് മിസോറാം അല്ലേ? അവിടെ നിന്ന് ഒരു CIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ ഭീകരവാദമുണ്ട്. അവിടെ മതം മാറിപ്പോയ ഒരു പ്രത്യേക സമൂഹം മുഴുവൻ കുക്കികൾ ആയുധമെടുത്ത് പോരാടുകയാണ്. എന്നിട്ട് അവരിൽ ഒന്നാമത് മതം മാറിയവർ പോയിരിക്കുന്നത് ഭൂരിഭാഗം ക്രിസ്ത്യാനികളായിട്ടാണ്. ഇപ്പോൾ അവർ കുറേ പേര് ജൂതന്മാരായിട്ടുണ്ട്. എന്നിട്ട് ഇസ്രായേലിലേക്ക് പോയിരിക്കുക. വെസ്റ്റ് ബാങ്കിൽ ആണ് അവർക്ക് കുടിയേറ സ്ഥലം കൊടുത്തേക്കണം. ഇതെന്തിനാ? കങ്കാണിപ്പണിക്കും കൂലിപ്പട്ടാളത്തിനും ഇസ്രായേലിന് ആൾക്കാരെ വേണം. അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവയ്ക്കുക. ലോകം മുഴുവൻ ഇങ്ങനെ ആൾക്കാർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ജൂതന്മാരുടെ എണ്ണം കുറച്ചേ ഉള്ളൂ. അവിടെ പോയിട്ട് തോക്കെടുക്കാനും വെടിവെക്കാനും ആൾക്കാർ വേണം. അവിടെ പ്രശ്നമുള്ള കുടിയേറ്റ മേഖല. ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണം കാരണം ജൂതന്മാർ ഒഴിഞ്ഞു പോയ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നത്, അവിടെ പോയിട്ട് കഷ്ടപ്പെടാനായിട്ട്. നാളെ ഒരു കാലത്ത് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും, ഉറപ്പാണ്. ഈ പോയവർ മണ്ടന്മാരാണ് പോയവർ.
ഒന്നാമത്തെ കാര്യം അവർ ജൂതരെ അല്ലായിരുന്നു, അവർ ഇന്ത്യയിലെ ആദിവാസികളായിരുന്നു. മിഷണറിമാർ പോയിട്ട് അവരെ ക്രിസ്ത്യാനികൾക്ക് മതം മാറ്റി. അവരിന്ന് 1500 ജൂതന്മാരാക്കി ഈയിടെ മതം മാറ്റിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയേക്കുന്നത്. എന്നിട്ട് ആർത്ത് വിളിച്ച് ഞങ്ങൾ ജൂതന്മാരാണേ എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോവുക. സത്യം പറഞ്ഞ് ഇങ്ങനെയുള്ളത് നിങ്ങൾ പോകണം നല്ലത്. ഇന്ത്യക്ക് വെളിയിലേക്ക് പോയി കിട്ടുകയാണ് ഏറ്റവും വലിയ ഉപകാരം. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഇന്ത്യ വിഘടിപ്പിക്കാനുള്ള തന്ത്രങ്ങളിൽ പലരും ഉണ്ട്. കാശ്മീർ ഭീകരവാദം അതിൻ്റെ ഭാഗമായിരുന്നു, മാവോയിസ്റ്റ് ഭീകരവാദം അതിൻ്റെ ഭാഗമാണ്, അതുപോലെ തന്നെയാണ് കുക്കി ഭീകരവാദം. ഇതെല്ലാം ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഒരു സമൂഹത്തെ പക്ക ഇന്ത്യ വിരുദ്ധരാക്കിയിട്ട് മതം മാറ്റി വിദേശത്തേക്ക് ഉണ്ടായ ആദ്യ സംഭവം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മണിപ്പൂരിൽ നിന്ന്. അതവിടെ നിൽക്കട്ടെ, അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ മാവോവാദി മേഖലകളിൽ എന്താ സംഭവിക്കുന്നത്. ഇതെല്ലാം പരസ്പരം കോർഡിനേറ്റഡുമാണ്, കണക്റ്റഡുമാണ്. ഇതിന് CSR വഴിയാണല്ലോ ഇവർക്കെല്ലാം ഫണ്ടിങ് വിദേശത്ത് തന്നെ. ഇതിനു വേണ്ടി തന്നെ കുറേ NGOs വിദേശത്ത് പ്രവർത്തിക്കുന്നു. അവർക്ക് വലിയ വലിയ കമ്പനികൾ, ഇൻ്റർനാഷണൽ കമ്പനീസ് അവരുടെ CSR അവരുടെ ലാഭത്തിൻ്റെ ശതമാനം സേവന പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളത് മതപരമായ കാര്യങ്ങൾക്ക് അവർ മാറ്റിവെക്കുന്നത്. ഇത്തരം സംഘടനകൾക്ക് ഫണ്ട് കൊടുക്കുക. അങ്ങനത്തെ സംഘടനകൾ ഇന്ത്യയിലേക്ക് ഫണ്ട് കൊടുക്കുന്നു. ഇവിടെ ആൾക്കാരെ മതം മാറ്റിക്കുന്നു, ഭീകരവാദം വളർത്തുന്നു, ഇവിടുത്തെ വികസന പ്രവർത്തനത്തിന് തുരങ്കം വയ്ക്കുന്നു. നമുക്കറിയാമല്ലോ വിഴിഞ്ഞം സമരം, തൂത്തുക്കുടി സമരം ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടെ ഒരു കമ്പനി വന്ന് അതിനെതിരെ സമരം. എന്തുകൊണ്ടാണ് തൂത്തുക്കുടി സമരം വന്നത്? കാരണം ചെമ്പ് ഖനനം ചെയ്തൊരു കമ്പനിക്കെതിരെ സമരം വന്ന് നിൽക്കുക. എന്തുകൊണ്ട്? കാരണം സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയവയ്ക്ക് ലോകത്ത് മുഴുവൻ വില കൂടുകയാണ്. അതിൽ ചെമ്പിൻ്റെ ആധിപത്യമുള്ളവൻ നാളെ ലോകം ഭരിക്കും. സ്വർണത്തിൻ്റെ ആധിപത്യമുള്ളവൻ മാത്രമല്ല, ചെമ്പിൻ്റെ ആധിപത്യമുള്ള ലോകം ഭരിക്കും. എന്തുകൊണ്ട്? കാരണം ഡേറ്റാ സെൻറ്ററുകളിൽ AI ഇത്രയധികം വർദ്ധിച്ചു വരുമ്പോൾ ലോകത്ത് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് ചെമ്പാണ്. ഡേറ്റാ സെൻറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ലോഹമാണ് ചെമ്പ്. ചെമ്പ് കയ്യിലുള്ളവനാണ് നാളെ ഡേറ്റാ സെൻറ്ററുകളുടെ ഉടമയാകാൻ പോകുന്നത്. സെർവറുകൾക്കും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വളർച്ച ഇന്ത്യയിൽ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഒരു ലോക്കൽ NGO ഉപയോഗിച്ചിട്ട് വിദേശ ഫണ്ട് ഉപയോഗിച്ച് സമരം നടത്തുന്നു. എന്നിട്ടൊരു കമ്പനി തന്നെ പൂട്ടിക്കുന്നു. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കും. അതായത് ഈ സംഘടനകളൊക്കെ ചെയ്യുന്നത് ഇന്ത്യയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുക, ഇന്ത്യയെ വിഘടിപ്പിക്കുക, മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തുക, ഇവിടെയുള്ള ഇൻ്റഗ്രിറ്റിയോടുകൂടി ഒരുമിച്ച് സമൂഹത്തെ വിഭജിക്കുക. അതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് 24 വിദേശ ഡെബിറ്റ് കാർഡുകളായിട്ടൊരു ഒരാളെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പിടികൂടുന്നത്. ഇതിൻ്റെ പുറകെ അന്വേഷണം പോയി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മാവോവാദി നീക്കം നടക്കുന്ന മേഖലകളിലൊക്കെ ഈ ഫണ്ട് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാറ് മറ്റേ തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് കൂടാതെ USA ട്രൂയിസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ നിന്നാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത്. അതായത് ഡെബിറ്റ് കാർഡ് അവരുടെ, സംഘടന ഇവരുടെ. ഇവിടെ ഈ ഫണ്ട് പിൻവലിക്കാൻ പറ്റും, വിദേശ ഡെബിറ്റ് കാർഡ് ആയാലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓപ്പറബിലിറ്റി ഇത് പറയണത് ഇവിടുത്തെ ബാങ്കുകൾക്കിടയിലും അന്താരാഷ്ട്ര ബാങ്കുകൾക്കിടയിലും ഉണ്ട്. അപ്പം ഈ കാർഡുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ വിസ കാർഡോ ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു കാർഡ് മിക്കവാറും ഡെബിറ്റ് കാർഡൊക്കെ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് തരുന്നത് അത് തന്നെയാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് അത്തരം ഒരു കാർഡ് കിട്ടുന്നു, അതിന് ആ എംബ്ലം ഉണ്ടാകും, വിസയുടെ എംബ്ലം. അത് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ATMിലിട്ട് പിൻവലിക്കുമ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ആ പണം കിട്ടും. അപ്പോൾ ചില ATMിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു ATMിൽ നിന്ന് കിട്ടിയെന്ന് വരും. കാരണം അത്തരം ഓപ്പറബിലിറ്റി സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. മാത്രമല്ല ഇൻ്റർനാഷണൽ കറൻസി കൺവെർഷൻ എന്ന് പറയണമൊക്കെ നമ്മൾ അവിടെ കിടക്കുന്നത് ഡോളറായിട്ടായിരിക്കും, പക്ഷേ ഇവിടെ രൂപയായിട്ട് കിട്ടും. നമുക്കിവിടെ ഡോളറായിട്ടല്ല കിട്ടണം. കാരണം ഇൻ്റർനാഷണൽ കറൻസി കൺവെർഷൻ അവിടെ പോസിബിളാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബാങ്കുകൾ വഴി. നമ്മുടെ ഇത് സത്യത്തിൽ ഉപകാരപ്പെടുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഒരു NRI അല്ലെ വിദേശ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ അയാളുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടാകും. നാട്ടിൽ വരുമ്പോൾ ഇയാൾക്ക് ഈ പൈസ പെട്ടെന്ന് പിൻവലിക്കണമെങ്കിൽ നമ്മൾ വിദേശ ബാങ്കിൻ്റെ ചെക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലിട്ട് ഇത് കിട്ടാൻ വേണ്ടി 10-15 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ATMിൽ പോയാൽ അപ്പോൾ തന്നെ വലിക്കാൻ പറ്റും. ഇത് മനുഷ്യന് ഉപകാരത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതാണ് ഇവിടെ ഇവർ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഞാനൊക്കെ വിദേശം ഉണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡെബിറ്റ് കാർഡുള്ളത്. കാരണം എൻ്റെ ശമ്പളം കിട്ടിയ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡാണ്. അത് വെച്ച് എനിക്ക് പിൻവലിക്കാൻ പറ്റും, എനിക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഒരാൾ അനേകം ഡെബിറ്റ് കാർഡ്സുമായിട്ട് വന്നേക്കാണ്, ക്രെഡിറ്റ് കാർഡും ഒക്കെ ആയിട്ട്. അതിങ്ങനെ പിൻവലിക്കുന്നു. എന്നിട്ടോ ആ വിദേശ ബാങ്കിൽ പണം അവിടെ ഇട്ട് വെച്ചാൽ മതി. അതായത് ഇവിടെ FCR അക്കൗണ്ട് വഴി നേരിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ ഡെബിറ്റ് കാർഡുകൾ വഴി പൈസ പിൻവലിക്കും. അതായത് ഒരു പഴുത് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് ഏജൻസികൾക്ക് പിടികിട്ടി. അപ്പോൾ അതിന് പുറകെ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നടക്കുന്ന എല്ലാ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻസും ഇപ്പോൾ അന്വേഷണ പരിധി വരും. ഇതിന് പുറകെ പലരും കുടുങ്ങും. പ്രധാനമായിട്ടും മനസ്സിലാവുന്നത് ഇത്തരം സംഘടനകളാണ് ഇതിന് പുറകിൽ. മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളും മതപ്രചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകളും. ഇവരൊക്കെ ഇവിടുത്തെ ഭീകരവാദ മേഖലകൾ, മാവോവാദി മേഖലകളിൽ പണം പിൻവലിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പിൻവലിക്കുന്നു വെച്ചാൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം.
അവിടെ പലർക്കും പണം കൊടുക്കുന്നു. ഇത് പ്രധാനമായിട്ട് 2 മേഖലയിലായിരിക്കും പോകുന്നത്. ഒന്ന് മതപരിവർത്തനം ചെയ്യാനും മറ്റ് ഭീകരവാദത്തിനും. എങ്കിലേ അവർക്ക് പരിപാടി നടക്കുള്ളൂ. സാറേ, ഇത് ഒരു കാര്യം അതിൻ്റെ ഇടയിൽ ചോദിക്കട്ടെ. ഈ FCRA പെട്ടെന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. FCR കൊണ്ടുവരികയല്ല, FCRന് കൺട്രോൾ കൊണ്ടുവന്നു. അത് പണ്ട് നിരവധി സംഘടനകൾക്ക് FCR അക്കൗണ്ട് ഉണ്ടായിരുന്നു. അനേക സംഘടനകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം കിട്ടുമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ധാരാളം പണം വരും. എനിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇടയ്ക്ക് സംഘടനകൾ ഏതെങ്കിലും സൈലൻ്റായിട്ട്, അതായത് FCR അക്കൗണ്ട് ഉണ്ടാവും, വലിയ കാര്യമായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല. അത്തരം സംഘടനകളെ പോലും ടേക്ക് ഓവർ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്റ്റീവായിട്ടൊരു FCR അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് ചില നടപടിയെടുത്തു. അതിനെതിരെ ഏറ്റവും അധികം പ്രവർത്തിച്ചിരിക്കുന്നത് ക്രിസ്തീയ സംഘടനയാണ്. അതെ. കാരണം എന്താ വെച്ചാൽ അവർ പലർക്കും തന്നെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇത് ഈയിടെ ചർച്ചയായി. PC ജോർജും ഷോൺ ജോർജും ശബ്ദിച്ചപ്പോൾ അന്നും ചർച്ചയായത് FCR അക്കൗണ്ടിൻ്റെ വിഷയം തന്നെയാണ്. അതിന് ഇവിടെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ ഹിന്ദു സംഘടനകൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും ക്രിസ്ത്യൻ സംഘടനകൾക്കും എല്ലാം ഉണ്ട്. ഇതിൽ പല മതങ്ങളുടെ സംഘടനകൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടെ സേവന പ്രവർത്തനങ്ങൾ എന്തോ അത് ചെയ്യാനായിരിക്കും. പക്ഷേ ചിലരങ്ങനെയല്ല, അവർ ശബ്ദിക്കുന്നുണ്ട്, അവർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കണക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണക്ക് കൊടുക്കണം. ഈ പണം എവിടെ വിനിയോഗിക്കപ്പെടുന്നു? ഇത് ഭീകരവാദത്തിനാണോ പോയത്? ഇത് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോയത്? ഒരുത്തന്നെ മതം മാറ്റി സ്വന്തം കൂട്ടത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അത് നാളെ രാഷ്ട്രീയപരമായിട്ടും വിഘടനപരമായിട്ടും ഉപയോഗിക്കാനാണോ? ഇത്തരം ചോദ്യങ്ങൾ അവിടെയുണ്ട്. സാർ, ഈ 2025 നവംബർ മുതൽ 2026 ഏപ്രിൽ വരെയുള്ള ഏകദേശ കണക്കാണ് 95 കോടി രൂപ ഇന്ത്യയിലേക്ക് എത്തിയെന്നുള്ളത് ED കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിൽ എത്ര സംഘടനകൾ നമ്മുടെ രാജ്യത്ത്? അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത. അതായത് ഇതൊരു സാമ്പത്തിക ഭീകരതയുണ്ട്. കണക്ക് കൊടുത്ത് കൃത്യമായ മാർഗത്തിൽ കൂടി പണം കൊണ്ടുവന്ന് ഇവിടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനെ മറികടക്കാൻ വേണ്ടി ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഉപയോഗിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ചിലർ വരുന്നു, അനേകം ഡെബിറ്റ് കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പണം ഇവിടെ തീരുമ്പോൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കും. ചെറിയ പണിയല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മുടെ സർക്കാർ ഏതൊരു ഭീകരവാദത്തെയാണോ നിർമ്മാർജ്ജനം ചെയ്യാൻ നോക്കുന്നത് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ അതിൻ്റെ നീരാളി കൈകൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുന്നു. പക്ഷേ ആ കണ്ടെത്തിയ വഴിയും സർക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പൂട്ടിടേണ്ടി വരും. പൂട്ടിടുകയാണ്. അപ്പോൾ ഒരു വിദേശ സംഘടനയെ കൂടെ നമ്മൾ കരിമ്പട്ടിയപ്പെടുത്തേണ്ടി വരും. അവരുടെ അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി ഏതെന്ന് ഇവിടെ നോക്കേണ്ടി വരും. ഒരുപക്ഷെ ഡെബിറ്റ് കാർഡ് യൂസേജിന് നാളെ ചില നിയന്ത്രണങ്ങൾ വന്നെന്ന് വരാം. എന്തു വന്നാലും ശരി, അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ നിർത്തിയേ പറ്റുള്ളൂ. എന്തായാലും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നു. കാരണം സസ്പെക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഈ കാർഡുകൾ കണ്ടെത്തി ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഇവിടെ നടക്കേണ്ടതെന്ന് മനസ്സിലായി. അത് ഏത് മേഖലയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. നാളെ അത് എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പണം പോയിരിക്കുന്നത്? ഇന്ത്യയിലെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനാണോ? ഇന്ത്യയിലെ മതേതര അന്തരീക്ഷത്തെ നശിപ്പിക്കാനാണോ? ഇന്ത്യയിൽ മതരാഷ്ട്രങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? തുടങ്ങിയുള്ള പല ചോദ്യങ്ങളും മുന്നിലുണ്ട്. നമ്മൾ ഓർക്കണം, മുമ്പ് നിഷ്കാസനം ചെയ്യപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഏതാനും സംസ്ഥാനങ്ങൾ, അതായത് മണിപ്പൂരുണ്ട്, നാഗാലാൻഡ്, മിസോറാമുണ്ട് എന്നീ മേഖലകളും മ്യാൻമാറിൻ്റെ ചില മേഖലകളും ബംഗ്ലാദേശിൻ്റെ വടക്കുകിഴക്കൻ മേഖലകളും കൂടെ ചേർത്ത് ഒരു ക്രിസ്തീയ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ഉദ്ദേശമുണ്ട്. അത് അമേരിക്കൻ പ്രതിനിധികൾ അവരോട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്നെ അധികാരത്തിന് വെളിയിലാക്കിയത് എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞത് നമ്മൾ മറന്നുപോകരുത്. അതായത് അവിടെ ഒരു അജണ്ടയുണ്ട്. മതവും വിദേശ രാജ്യവും കൂടെ ചേർന്ന് ഇന്ത്യ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു അജണ്ട അവിടെ നിലനിൽപ്പുണ്ട്. അതിനെ ഏത് വിധത്തിലും ഇന്ത്യക്ക് പ്രതിരോധിച്ചേ പറ്റൂ. അതിനെ നിർത്തിയേ പറ്റൂ. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി ഇന്ത്യയുടെ അവകാശമാണ്. അത് ബലികഴിക്കാൻ ഇന്ത്യ സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.